പൊക്കോ. $300 മില്ലി സെക്കൻഡ് അല്ലേ? അതെന്താ ഇടിച്ചു കൊല്ലുന്നേ? ഇപ്പോഴാണോ പോകുന്നത്? നല്ല ഡിലേ ഉണ്ടല്ലോ. ഹലോ ഇത് ഹലോ ഹലോ ആ പറ. ഇത് ചത്തു വീണവരൊക്കെ മാറ്റിയിടല്ലേ? എത്ര പേരെ എത്ത്? അതല്ല ഒരു കാര്യം ചോദിക്കട്ടെ, എന്ത് ഇത്ര ഡിലേ വന്നേ പോവാൻ? ഹലോ കേക്കാവോ? ഏക്കേ പറഞ്ഞോ. ഞാൻ പറയുന്ന ഐഡിയ ഒക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മ്യൂട്ട് അടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതാ മാച്ച് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇതാണ് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മാച്ചിലോട്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, അപ്പോൾ കറന്റ് ഇങ്ങനെയാണ് ഗൈസ് പ്ലേയേഴ്സിൻ്റെ ഇത്. എല്ലാവരും ഇപ്പോൾ സിറ്റി സൈഡിലൊക്കെ ആണല്ലോ ഉള്ളത്. ഓക്കെ, നമ്മുടെ ലീജൻ സ്ക്വയറിന്റെ ഫ്രണ്ടില് T47, T47 എല്ലാവരും ലീജൻ സ്ക്വയറിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വണ്ടി കൗണ്ട് എടുക്കും. ഓക്കെ, സോൺ ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സോൺ ഡാമേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സോൺ മാറും. ഓക്കെ, അപ്പം ദാണ്ടെ സോൺ ഡാമേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൺ ഔട്ട് നിൽക്കുന്ന എല്ലാ പ്ലേയേഴ്സും സോണിന്റെ അകത്തോട്ട് വന്നേ മതിയാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ പ്ലേയേഴ്സും സോണിന്റെ അകത്തോട്ട് വരേണ്ടിയിരിക്കുന്നു. എല്ലാവരും സോൺ ഔട്ടാണ്. ഓ മൈ ഗാഡ്, സോണിൽ നിന്ന് കളിച്ചു. ഓക്കെ, SRക്കാർക്ക് വണ്ടിയില്ല. SR എല്ലാം സോൺ ഔട്ട് ഡാമേജ് നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, SRക്കാർ ഇപ്പോഴും സോൺ ഔട്ടിൽ കാൽനട യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. ദൈവമേ, അവർക്ക് വണ്ടിയൊന്നും ഇല്ല. അവർക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ. അയ്യോ, ഇവരിനി മെയിൻഗ്രാജ് വരെ ഓടേണ്ടി വരുമോ? ഇതില് പിന്നെ 1% വെച്ച് ഡാമേജ് ആയതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ലെന്ന് തോന്നുന്നു. അവർക്ക് പറ്റും. ആരും സോൺ ഔട്ട് ചാവരുത്. ഫൈറ്റ് നടക്കുന്നത്. അല്ലല്ല, ഇപ്പൊ ഡൗൺ ആയല്ലോ. ബോംബെ ഭാഷ ഞാനല്ലേ? എന്നെ വണ്ടി ഇടിച്ചു വന്നതാന്നല്ലോ. ആ കില്ലോക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്താക്കോ. ഇനി നോക്കുമ്പോ നമുക്ക് മിസ്റ്റേക്ക് വരും. ഏതാ ചാറ്റ്? അതല്ല ഞാൻ പറഞ്ഞ ഇതിന്റെ ലോഗ് ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ, KVA വേഴ്സസ് OG ഫൈറ്റ് നടക്കുന്നുണ്ട്. KVA OG ഡൗൺ ആയിട്ടുണ്ട്. OG ഡേവിഡ് ഡൗൺ ആയിട്ടുണ്ട്. OG റിക്ക് ബാക്കിൽ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. വർക്കിച്ചൻ ഗോജനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിക്ക് KVA വേഴ്സസ് OG. ഓക്കെ, ഡൗൺ. അവരെല്ലാരും ഡൗൺ ആയിട്ടുണ്ട്. KVയുടെ എല്ലാ പ്ലേയേഴ്സും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. 4, 8 ഇല്ല 10 പ്ലേയേഴ്സ് എല്ലാവരും അലൈവ് ആണ്. OGയുടെ അറൌണ്ട് ഒരു 1, 2, 3, 4, 5 പ്ലേയേഴ്സ് ഡൗൺ ആയിരിക്കുകയാണ് ഗൈസ്. ഡേവിഡ് കൊട്ടാരത്തിൽ, SJ ഗോ, റിക്ക്, സുമതി എല്ലാവരും പിക്ക് എടുത്തിട്ടുണ്ട്. 5 പ്ലേയേഴ്സ് ആണ് KVയുടെ ഡൗൺ ആയിരിക്കുന്നത്. ഓൾറെഡി KVയിൽ കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോക്കി, കക്കാശി, വാസ്കോ, സുമതി, വില്ലി മാക്സ്, അതേപോലെ തന്നെ ലിയോ പ്രിൻസ്, വർക്കിച്ചൻ, ഹിറ്റ്മാൻ, ലെഗസി എല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇപ്പോൾ കറന്റ് KVയുടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് അടുത്തൊരു ടീം ഇപ്പം ഇന്നീ സോൺ ഔട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ കത്തിയോ? എനിക്ക് എസ്കേപ്പ് അടിച്ചിട്ട് 17. ഓക്കെ, SRക്ക് ഇപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ല. അവരിപ്പോഴും സോൺ ഔട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവർക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ എവിടെയാ വണ്ടി ഉണ്ടായിരുന്നല്ലോ. അവരതെല്ലാം മിസ് ചെയ്തു. ഇവിടെ തന്നെ വണ്ടി ഉണ്ടായിരുന്നല്ലോ. ഇവര് വന്ന വഴിയിൽ ഓൾറെഡി ഇവിടൊക്കെ വണ്ടി കിടപ്പുണ്ടായിരുന്നു തോന്നുന്നു. ആ വണ്ടിയിൽ ആൾക്കാർ കൊണ്ടുപോകും. ഓക്കെ, ഇല്ല, TRക്കാർ ആ വണ്ടി എടുത്തിട്ടുണ്ട്. TR മാക്രി സിജോ AFK ആണോ വണ്ടിയിൽ എന്തിനടിക്കുവാണെന്ന് തോന്നുന്നു.
TRA കറന്റ് സോൺ ഔട്ട് ആണ്, SRR കറന്റ് സോൺ ഔട്ട് ആണ്. എനിക്ക് തോന്നുന്നു ആ 2 ഗ്യാങ്ങുകൾ മാത്രമേ ഉള്ളൂ കറന്റ് സോൺ ഔട്ടിലുള്ളതെന്ന് തോന്നുന്നു അല്ലേ. ബാക്കി എല്ലാവരും സോണിൽ കയറിയിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് ഒരു ടീം വന്നുകൊണ്ടിരിക്കുകയാണ്, സോൺ ഔട്ടിൽ നിന്ന് ഇന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഏതൊരു ടീം ഫൈറ്റ് നടന്നെന്ന് തോന്നുന്നു. അല്ല, ആരും ഡൗൺ ആയില്ല, അവർ ഫയർ ചെയ്ത് പോവുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, DXന്റെ ടീം ഇവിടുന്ന് മൂവ് ചെയ്യുന്നുണ്ട്, കറന്റ് ഇവിടുന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഓക്കെ, TRA രാജു ഒറ്റയ്ക്ക് അവിടെ പെട്ടിട്ടുണ്ട്. TRA പ്ലെയർ ഓൾമോസ്റ്റ് ഹെൽത്ത് ഇല്ല. രാജു ഓക്കെ ഹീൽ ചെയ്തു, നൈസായിട്ട് ഹീൽ ചെയ്തു. പക്ഷേ രാജു അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിന്റെ ഇടയിലാണ്. ലെഗസി ആൻഡ് ഹിറ്റ്മാൻ അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് വണ്ടി എടുത്ത് വരണ്ടിയിരിക്കുന്നു. T47 പിക്ക് എടുത്ത്. ഓക്കെ, പെയിനേഴ്സിന് 2 പിക്ക് എടുത്തിട്ടുണ്ട്. KTMന്റെ 2 പ്ലേയേഴ്സിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, T47 2 പിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് കറന്റ്ലി. യെസ് KTM 2 പ്ലേയേഴ്സ് ഡൗൺ ആയിരിക്കുന്നത്. ഓക്കെ, TRA രാജു നല്ലപോലെ ഹീൽ ചെയ്ത് ആ ടയറില്ലാത്ത വണ്ടി വെച്ച് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വട്ടം ഇറങ്ങിയാന്ന് പറഞ്ഞുകൊണ്ട് KV ഹിറ്റ്മാൻ സുമതി ആൻഡ് ഇതടങ്ങുന്നവര് ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് TRA രാജുവിനെ. TRA രാജു ഓക്കെ അവിടെ ഓൾമോസ്റ്റ് പെട്ടു, ഇനി നിവർത്തിയില്ല. ഡ്രൈവർ സീറ്റ് മാറി ഇറങ്ങാൻ നോക്കിയതെന്ന് തോന്നുന്നു, ഡൗൺ ആയി. TRA രാജു ഡൗൺ. ഓക്കെ, SMG കൂടെ ഈ ഒരു ഫൈറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. SMG, DX ആൻഡ് ബെല്ലാരി 3 പേരാണ് ഇവിടെ ഉള്ളത്. ഒരു 3-man ഫൈറ്റാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SMG എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ബെല്ലാരി അവിടെ വണ്ടിയിലാണ്. അതേപോലെ വേറൊരു ടീം, അതായത് T47 കൂടെ 4 ടീമാണ് ഈ ഒരു ഫൈറ്റിംഗ് ഏരിയയിലോട്ട് കയറി വരുന്നത്. TRA മൈക്കി സാനോ വീണ് ചത്തു. ഓക്കെ, നല്ലൊരു ഫയറിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഫയറിംഗ് ബെല്ലാരിക്ക് വന്നിട്ടുണ്ട്, T47 ഈ ഒരു ഏരിയയിലോട്ട് വന്നായിരുന്നു. അവർ പക്ഷേ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. SMG മേൽഭാഗം ഫുള്ളി ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, DX ഇപ്പുറത്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 4v4 മാച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ടീമിന്റെ ഒരു മാച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. T47 അവിടെ, ബെല്ലാരി ഇവിടെ, SMG ഇതിന്റെ മണ്ടയ്ക്ക്, അതേപോലെ DX ഈ ഒരു ഏരിയയിലാണ്. DXന്റെ ഒരു വണ്ടി, സിൻസോ അടങ്ങുന്നൊരു വണ്ടി, അല്ല സിൻസോ മാത്രമുള്ളൊരു വണ്ടി, ടയറില്ല, 4 ടയറും ഇല്ലാതെ DXന്റെ അടുക്കലോട് എത്തിയിട്ടുണ്ട്. DXന്റെ വണ്ടികളിലെല്ലാം ആക്ച്വലി ടയറുകളൊന്നും ഇല്ല. നല്ലൊരു ഫയറിംഗ് SMGയുടെ സൈഡിൽ നിന്ന്. SMG അവിടെ പുഷ് കാണുന്നു DXന്റെ സൈഡിലോട്ട്. ഒരു തേർഡ് പാർട്ടി നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. T47 ഒരു തേർഡ് പാർട്ടി എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ SMGക്ക് ഇതൊരു പണിയാവുമ്പോൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം T47 ആ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. SMGയുടെ ബാക്കിലായിട്ടാണ് വരുന്നത്. DX ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ DXലെ പ്ലേയേഴ്സ് SMGനെ ഫയർ ചെയ്യുന്നുണ്ട്. T47 അവിടുത്തെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു SMG 2 ഗ്യാങ്ങിന്റെ ഇടയ്ക്ക് സാൻഡ്വിച്ച് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സാൻഡ്വിച്ച് ഉണ്ട്, നല്ലൊരു ചാൻസ് ഉണ്ട്. SMG പ്ലേയേഴ്സ് കയറി വരുന്നു, DXന്റെ പ്ലേയേഴ്സ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ നിന്ന് വരുന്ന T47 ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. SMG സ്കവർ ഫയർ കൊടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എല്ലാ ആംഗിളിൽ നിന്നും അടി വന്നുകൊണ്ടിരിക്കുകയാണ്. DXന്റെ 2 പ്ലേയേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. T47 ഈ ഒരു ആംഗിൾ ഫുൾ ആംഗിളിൽ പുഷ് ചെയ്തിരിക്കുകയാണ്. SMG ഡൗൺ ആയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും DXന്റെ 2 പ്ലേയേഴ്സ് ലോക്കി ഗോഡ് ആൻഡ് സ്കൈസോ ഓപ്പി മാത്രമേ എലയുമായിട്ടുള്ളൂ. SMG ഇവിടുന്ന് പുഷ് ചെയ്ത് വരുന്നു. ഇവിടുന്ന് T47 സൈഡ് ഒരു കവർ കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്ട്രാറ്റജിയുമായി SMG 2 സൈഡ് കവർ ചെയ്ത് കളിക്കുന്നുണ്ട്, അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. ജോഡക് സ്റ്റോർക്ക് മാത്രമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജുഗുരു ആൻഡ് അഷ്റൂട്ടിൽ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഷിഹാബുദ്ദീന് നല്ലൊരു അടി വരുന്നുണ്ട്. T47 2 സൈഡിൽ നിന്ന് SMGക്ക് അടിക്കാൻ പറ്റുമോ, അതോ SMGനെ 2 സൈഡിൽ നിന്ന് T47 അടിക്കും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നല്ലൊരു ഫയറിംഗ്. ബെല്ലാരി അങ്ങനെ ഒരു തേർഡ് പാർട്ടി എടുക്കാൻ വേണ്ടി ബെല്ലാരി എത്തുന്നുണ്ട്. ബെല്ലാരിക്ക് അവിടെ തേർഡ് പാർട്ടി കിട്ടുമ്പോൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ T47 സാൻഡ്വിച്ച് ആവുമ്പോൾ ബെല്ലാരി സാൻഡ്വിച്ച് ആവുമ്പോൾ അല്ലെങ്കിൽ SMG സാൻഡ്വിച്ച് ആവുമ്പോൾ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതാ ബെല്ലാരി SMGയുടെ ഒരു പ്ലെയർ കൂടെ ഡൗൺ ആയിരിക്കുകയാണ്. T47 ആക്ച്വലി നല്ലൊരു കവർ കിട്ടുന്ന ഏരിയയിലാണ്. പക്ഷേ ബെല്ലാരി അവിടുന്ന് പുഷ് ചെയ്യാത്തതുകൊണ്ട് T47 SMG വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കറന്റ് ബാക്കിൽ നിന്ന് ഒരു ഫയറിംഗ് വരുന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന്. ഓ, KTM കൂടെ വന്നിരിക്കുകയാണ്. KTM കൂടെ ഈ ഫൈറ്റിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. KTM കൂടെ ഫയർ ചെയ്യുകയാണ്. SMG സാൻഡ്വിച്ചായി T47 വീണ്ടും ഒരു പിക്ക് എടുത്തിരിക്കുകയാണ്. SMG ആണ് പിക്ക് എടുത്തിരിക്കുന്നത്. SMG ഇപ്പോൾ ബെല്ലാരി പുഷ് ചെയ്ത് വന്നിരിക്കുന്നു. ബെല്ലാരി T47 SMG ആക്ച്വലി 2 ഗ്യാങ്ങിന്റെ നടുക്കായി പോയി. SMG പ്ലേയേഴ്സ്
ഓ മൈ ഗോഡ്, ഇവിടെ രണ്ട് ഗ്യാങ്ങും T47 അവിടെ കില്ലുകൾ വാരി. SMG ആണെന്നും തോന്നുന്നു, DX അല്ലെങ്കിൽ SMG ആണ്. DX ഇപ്പോഴും ഒരു പ്ലെയർ അലൈവ് ആണ്. എനിക്ക് തോന്നുന്നു SMG ആണ് നമ്മുടെ ഫസ്റ്റ് മാച്ചിൽ വൈപ്പാകുന്ന ആദ്യത്തെ ടീം. നമ്മുടെ ഇന്നത്തെ മാച്ചിലെ ആദ്യത്തെ ടീം വൈപ്പായിരിക്കുന്നത് നമ്മുടെ SMG ആണ് ഗൈസ്. SMG ആണ് ഫസ്റ്റ് വൈപ്പായിരിക്കുന്നത്. T47 ബെല്ലാരിയൻ KTM ഇവിടുന്ന് വണ്ടി എടുത്ത് പോയിരിക്കുകയാണ്. കറന്റ് ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കുന്നത് T47 വേഴ്സസ് ബെല്ലാരിയാണ്. ബെല്ലാരിയുടെ പ്ലേയേഴ്സിനെല്ലാം വണ്ടി അവൈലബിൾ ആണ്. T47 വണ്ടികൾ, ഇവിടെ ഉള്ള വണ്ടികളുടെ എല്ലാത്തിന്റെയും ടയർ നഷ്ടമായിരിക്കുകയാണ്. T47 വേഴ്സസ് SRRA ഒരു ഫൈറ്റ് നടക്കുന്നത്. SRRA ലോലൻ ഡൗൺ. ബെല്ലാരി വന്ന് ഇടയ്ക്ക് കയറിയിട്ടുണ്ട്. T47 വേഴ്സസ് ബെല്ലാരി എഗെയിൻ ഒരു ഫൈറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. KTM ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട്, അതേപോലെ ബെല്ലാരി ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട്. SRRA നടുക്ക് പെട്ടുപോയി. ഓ മൈ ഗോഡ്. അപ്പം ഇവിടെ ഒരു ഫൈറ്റ് ഡൗൺ ആയിട്ടുണ്ട്. 123 പുതിയ കില്ല്. ഓക്കെ, സുമതി ഇവിടെ PRXന്റെ ഫൈറ്റ് എടുത്തിട്ടുണ്ട്. PRX ഫ്ലെക്സ് ഹിറ്റ്മാൻ. ഓക്കെ, ഫ്ലെക്സ് ഡൗൺ ആയിരിക്കുകയാണ്. PRXന്റെ രണ്ട് പ്ലേയേഴ്സ് ഇവിടെ ഡൗൺ ആയി. അതേപോലെ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്, ബെല്ലാരി വേഴ്സസ് T47. ഓക്കെ, ബെല്ലാരി ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട്. T47ന്റെ വണ്ടിയാണോ അത്? PRXും അതേപോലെ തന്നെ PRX നടക്കുന്ന വണ്ടിയാണ് ബെല്ലാരി എടുക്കലോട്ട് ഓടിച്ച് കയറിയത്. പക്ഷെ അത് ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ KV എടുക്കലോട്ടായിരിക്കും ചെന്ന് കയറാൻ പോകുന്നത്. KV ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു. PRXിലെ ബട്ടിസൂട്ട കറക്റ്റായിട്ട് അവർ സേവ് ഇതായിട്ട് കളിക്കുന്നുണ്ട്. KV വാസ്കോ എല്ലാവരും അടങ്ങുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ TRAയുടെ വണ്ടി T47 ചേസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. TRA വെച്ച് T47 ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. KTമാർ ഈ ഒരു ആംഗിളിൽ ഉണ്ടായിരുന്നു. SRRA ഫുള്ളി വൈപ്പായെന്ന് തോന്നുന്നു കേട്ടോ. SRRA ഈ ഒരു ഏരിയയിൽ നിന്ന് KV ലീവ് ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പൊ കറന്റ് ഇവിടെ ഒരു ചേസ് നടന്നുകൊണ്ടിരിക്കുക. അല്ല, KV ഉള്ളത് KV വേഴ്സസ് TRAയുടെ പ്ലേയേഴ്സിനെ ചേസ് ചെയ്തുകൊണ്ടാണ് KV പോകുന്നത്. അവർ ഓടിച്ചെന്ന് കയറാൻ പോകുന്ന ബെല്ലാരി എടുക്കലോട്ടാണ്. ചോദിച്ചു കഴിഞ്ഞാൽ KVയുടെ വണ്ടി എല്ലാവരും വരാൻ പോകുന്നത് ബെല്ലാരി എടുക്കലോട്ടാണ്. ഈ ഒരു ഏരിയയിൽ ബെല്ലാരി ഓൾറെഡി നല്ലൊരു പൊസിഷൻ ഹൈഗ്രൗണ്ട് എൻ്റെ ചേർത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. TRAയുടെ പ്ലേയേഴ്സ് വണ്ടി ഇടിച്ചു. അവരങ്ങോട്ട് ആ ഒരു ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല. KVയുടെ ആൾക്കാർ ആ വണ്ടി സ്പോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അവരവിടുന്ന് ഫോൾ ബാക്ക് ചെയ്യുകയാണ്. TRAക്കാര് സേഫ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കാരണം ബെല്ലാരി എടുക്കലോട്ടാണ് TRA വണ്ടി ഓടിച്ച് കയറിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ KTMന്റെ ഒരു ടീം ഇവിടെ ഉണ്ട്. ഹിറ്റ്മാൻ സെബ അല്ല, നേരത്തെ തപ്പിക്കല്ലേ ഒരു ഫയറിംഗ് വന്നു. ഈ ഒരു സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ KTMന്റെ ആൾക്കാർ, TRAയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഇവിടെ ലെവലിലാണ്. അപ്പൊ TRAക്കാരെ ഇപ്പോൾ KTM ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. KTM ഈ ഒരു ഏരിയയിൽ മാത്രം 1, 2, 3, 4 ഗ്യാങ് ആണ് ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ള ഗ്യാങ്ങുകളെല്ലാം എവിടെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ഗ്യാങ്ങുകളെല്ലാം സോൺ ഔട്ടിൽ, ലോങ്ങിൽ, ഈ മലമുകളിൽ നമ്മുടെ T47 ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മലമുകളിലായിട്ട് നമ്മുടെ ബാക്കി എല്ലാവരും ഈ ഒരു സോൺ ഇന്ത്യൻ്റെ അകത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ നമ്മുടെ KTMകാരാണെന്ന് തോന്നുന്നു ഉള്ളത്. KTM എല്ലാവരും ഈ ഒരു ഏരിയയിലുണ്ട്. നമ്മുടെ KV എല്ലാവരും ഈ ഒരു ഏരിയയിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ SRRA വൈപ്പായെന്ന് തോന്നുന്നു കേട്ടോ. SRRA വൈപ്പായി. TRA ഈ ഒരു ഏരിയയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. TRA ആ ഒരു ഏരിയയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബെല്ലാരി ഈ ഒരു ആംഗിളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കറന്റ്. എല്ലാരും ഒരു എഡ്ജിലായിട്ടാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. ഓ, OGയുടെ റിമൈനിങ് പ്ലേയേഴ്സ് എല്ലാരും. ഓക്കെ, OGയുടെ ആ പ്ലേയേഴ്സും ഡൗൺ ആയിരിക്കുകയാണ്. അവരെ കിക്ക് ചെയ്തിട്ട് PRX ഇവിടെ നല്ലൊരു ഫയറിംഗ്. ഇവിടെ KV വേഴ്സസ് KTM അടി പൊട്ടുമോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. KV വേഴ്സസ് KTM വേഴ്സസ് ബെല്ലാരി. ഇവിടെ PRX വേഴ്സസ് T47 അടി നടക്കുവാണെന്നത്. T47 നല്ലൊരു ഫയർ PRX കൊടുക്കുന്നുണ്ട്. ബെല്ലാരി KTMന്റെ ഫയർ ചെയ്ത് ഓടിക്കുന്നുണ്ട്. KTMനെ അടിച്ച് ഓടിക്കുകയാണ്. അയ്യോ, എന്തുവാ തേങ്ങ. ഓക്കെ, T47 വേഴ്സസ് PRX ആൻഡ് ബെല്ലാരി വേഴ്സസ് KTM ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു ആംഗിളിൽ നിന്ന് വീണ്ടും പോയിരിക്കുകയാണ്. KTM വണ്ടി ഓടിച്ച് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ക്വാർട്ടർ ഓക്കെ, TRന്റെ പ്ലെയറിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, TR ഒരു പ്ലെയറും കൂടെ അലൈവാണ്. KTMമാർ പക്ഷെ അവിടെ കയറി വരുന്നുണ്ട്. KTMന് KVയിലെ പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. KTMലെ ബാക്കിയുള്ള വണ്ടികളെല്ലാവരും ഇവിടെ കുത്തിയിട്ടുണ്ട്. നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഓപ്പണിലാണ് KTMന്റെ ഭാഗത്തുനിന്ന് ഫയറിംഗ് വരുന്നുണ്ട്. ഓക്കെ, വാസ്കോ താഴോട്ട് ചാടി രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ KVയെ കക്കാശി ആൻഡ് ഹോക്കി ഇപ്പൊ ഡൗൺ ആവാൻ തോന്നുന്നു. അവർ രണ്ടുപേരും
കാരണം ഒരു കവർ ഇല്ലാതാണ് അവർ ഓടിയിരിക്കുന്നത്. നല്ലൊരു പുഷ് കെവിയുടെ സൈഡിൽ നിന്ന് KTM-ന് എതിരെ പുഷ് വരുന്നുണ്ട്. മൊത്തം സപ്പോർട്ടിന് വന്നു. TRA ബാക്കിൽ നിന്നൊരു ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. KTM ഒരു പ്ലെയർ ഡൗൺ ആണ്. KTM-ൽ ഒരു പ്ലെയർ ഡൗൺ ആയി. പക്ഷേ ബാക്കിയുള്ള 5 പ്ലേയേഴ്സ് ഇപ്പോഴും ലൈവ് ആയിട്ടുണ്ട്. നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈറ്റ്, ഒരു അഗ്രസീവ് പുഷ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ? നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ട് കേട്ടോ. ഫുൾ ഓൺ ഫുൾ പുഷ് ചെയ്യാണ് കേട്ടോ. അവിടെ KTM വെഹിക്കിൾ എടുത്ത് വലിഞ്ഞു. ഓക്കെ, KTM അവിടുന്ന് ഫോൾ ബാക്ക് ചെയ്യാണ്. അവരവിടുന്ന് ഫോൾ ബാക്ക് ചെയ്ത് വണ്ടി എടുത്ത് അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പം ഇപ്പം ജീവൻ കളയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് KTM അവിടുന്ന് സർവൈവൽ പോയിന്റ്സിന് വേണ്ടിയിട്ട് വീണ്ടും മൂവ് ഓൺ ആയിരിക്കുകയാണ്. കറന്റ് നോക്കുവാണെങ്കിൽ TRA, ബെല്ലാരി, KTM, KVA, T47 ആൻഡ് PRX ആണ് ലാസ്റ്റ് കുറച്ച് റിമൈനിങ് ഗ്യാങ്സ്. ഇവിടെ ഒരു ഫയറിംഗ് വരുന്നുണ്ട്. KTM നേരെ ചെന്ന് വിട്ടത് ബെല്ലാരിയുടെ അടുത്താണ്. ഓക്കെ, ബെല്ലാരി അവിടെ ഫയർ ചെയ്ത് ഓടിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു ആംഗിൾ PRX ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ T47 ഹോൾഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരു ലാസ്റ്റ് പൊസിഷന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇപ്പൊ കറന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ TRAയുടെ മെമ്പേഴ്സ് ആക്ച്വലി ഇപ്പോഴും സ്റ്റിൽ എലൈവ് ആണ്. അവന്മാരെ ഇവിടെ ഉണ്ട്. രണ്ടുപേരെടുത്തില്ലേ, മാക്രീനെ എടുത്തു, മാക്രി സിജോനെ എടുത്തു, പിന്നെ ജോൺ ലൂത്തറിനെ എടുത്തു. ഒരു ഏരിയ ഹോൾഡ് ചെയ്യാണ്. KVA എല്ലാരും ഈ ഒരു ഏരിയ ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, KTM KVA എടുക്കാനായിട്ട് വീണ്ടും വന്നിറങ്ങി. KVA-ക്കാർ ഇറങ്ങി ഫയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കും. KTM-ന് നല്ലൊരു ഫയറിംഗ് വരുന്നുണ്ട്. ലിറ്ററലി നല്ല ഫയറിംഗ്. അവരെങ്ങനെയോ അത് അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പോകുന്നത് ബെല്ലാരി എടുക്കലിട്ടുണ്ട്. അതാണ് അതിലും വലിയൊരു കോമഡി. അവരെ ഓടി രക്ഷപ്പെട്ട് ചെന്ന് കയറുന്നത് വേറൊരു ഗ്യാങ്ങിന്റെ ഇടയ്ക്ക്. ഒരു ടയറാണ് ആ വണ്ടിയിൽ ഇനി മിച്ചമായിട്ടുള്ളതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ടയറും നഷ്ടമായി. അവരെ അവിടുന്ന് ജീവനം കൊണ്ട് ഓടുന്നത് PRX-ന്റെ എടുക്കലോട്ടാണ്. ഈ ഒരു സോണില് എങ്ങോട്ട് പോയാലും അവിടെ ആളുണ്ടാവും. PRX അപ്പുറത്ത് നിൽക്കുന്നു. KTM PRX-നെ കണ്ടു. ഓക്കെ ഇറങ്ങി. PRX വേഴ്സസ് KTM ഒരു ഫൈറ്റ് ഇപ്പൊ നടക്കും. വണ്ടി വന്ന് നിർത്തിയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. PRX-ലെ ഒരു പ്ലെയറിനെങ്കിലും അവർക്ക് എടുക്കാൻ സാധിക്കുമോ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. KTM ആർച്ചർ ഡൗൺ. PRX ഒരു പ്ലെയറിനെ പിക്ക് ചെയ്തു. ഗോഡ് കിഫോ ഡൗൺ. സോളക്സ് മാത്രമാണ് ഇപ്പൊ കറന്റ് ലാസ്റ്റ് മാൻ. അല്ലെ ബാക്കിലോട്ട് ചാടി 1v1 ജൂൺ വേഴ്സസ് സോളക്സ്. ഒരു 1v1 നടന്നുകൊണ്ടിരിക്കുകയാണ് കറന്റ്. ഓക്കെ, ജൂൺ സോളക്സിനെ പിക്ക് ചെയ്തു. നൈസ് പിക്ക്, നല്ലൊരു പിക്ക്. അപ്പോൾ അങ്ങനെ സോളക്സും ഡൗൺ ആയിരിക്കുകയാണ്. അങ്ങനെ KTM അവിടെ വൈപ്പായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. ബെല്ലാരി ഈ ഒരു ആംഗിളിലോട്ട് കയറിയിട്ടുണ്ട്. KVA ഈ ഒരു എഡ്ജിലായിട്ടാണ്. TRAയുടെ ലാസ്റ്റ് 2 പ്ലേയേഴ്സ് ലൈവായിട്ടുള്ളത്. KVA എല്ലാരും ഈ ഒരു ഏരിയയിലാണ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുന്നത്. KTM വൈപ്പായിട്ടില്ല. KTM ഇപ്പോഴും എലൈവ് ആണ്. TRAയിലെ ലാസ്റ്റ് മാൻ ആണ്. KVA ക്വാർട്ടർ ഓടി വരുന്നുണ്ട്. KVA വന്ന് കയറുന്നുണ്ട്. ക്വാർട്ടർ ഏരിയയിലോട്ട് വന്ന് കയറുന്നുണ്ട്. KVA അടുത്തൊരു വണ്ടി വന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ 2 പ്ലേയേഴ്സ് ഉണ്ട്. കിടുക്കൻ ക്വാർട്ടറിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ക്വാർട്ടർ ഡൗൺ ആയി. പക്ഷെ കിടുക്കനെ തിരിച്ച് പിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും TRL ഒരു പ്ലെയർ അവിടെ എലൈവ് ആണ്. ഓക്കെ, TRL ആ പ്ലെയറിനെ തിരിച്ചെടുത്തിട്ടുണ്ട്. KVAയുടെ ആദ്യമായ ഒരു പ്ലെയർ KVAക്ക് നഷ്ടമായിരിക്കുകയാണ്. കോട്ടറിനെയാണ് അവർക്ക് ഫസ്റ്റ് നഷ്ടമായിരിക്കുന്നത്. ആ ഒരു പുഷ് ഒറ്റയ്ക്ക് കയറി. പക്ഷെ ഒറ്റയ്ക്കല്ല, ടീം സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ലൊരു അഗ്രസീവ് ഗെയിം പ്ലേ ആയിരുന്നു. പക്ഷെ ആ ഒരു പിക്ക് അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് KVAക്ക്. KTM അങ്ങനെ അവിടെ വൈപ്പായിരിക്കുകയാണ്. അതേപോലെ TRA 2 പ്ലേയേഴ്സ് മാത്രമാണ് എലൈവായിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലാണ് അവർ എലൈവായിട്ടുള്ളത്. ബട്ട് ബെല്ലാരിനെ അവർ ഫയർ ചെയ്യുന്നുണ്ട്. സോ TRA ഇപ്പൊ ഇവിടെ വൈപ്പാകുമോ? ഓക്കെ, ബുഷിലോട്ട് കയറിയിട്ടുണ്ട് TRL പ്ലെയർ. ബെല്ലാരി അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് KVAയിലെ പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. T47 എല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. PRX-ന് സോൺ ഇൻ കയറിയേ പറ്റത്തുള്ളൂ. അവർക്ക് അവിടുന്ന് മൂവ് ചെയ്ത് വന്ന് കയറണം. ഇവിടെ ഒരു ബെല്ലാരി വേഴ്സസ് TRA ഫയറിംഗ് നടക്കുന്നുണ്ട്. ആരെ എടാ, അത് അടിക്കരുത്. TXA അടിക്കരുത്. അടിക്കരുത്. ഓക്കെ, ബെല്ലാരി കയറി വരുന്നുണ്ട്. നല്ലൊരു ഫയറിംഗ് ആണ് വന്നോണ്ടിരിക്കുന്നത്. വർക്കിച്ചിന് അവിടെ കയറി പുഷ് ചെയ്യുന്നുണ്ട്.
കെവിയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തും നല്ല പുഷ് ചെയ്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ബെല്ലാരി വേഴ്സസ് കെവി ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഇവിടെ. T47 വേഴ്സസ് PRX ഒരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കറന്റ്. ബെല്ലാരി വേഴ്സസ് കെവി ഒരു ഫൈറ്റ് നടക്കുന്നത്. ബെല്ലാരിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള പൊസിഷൻ, അപ്പുറം ഇപ്പുറമായിട്ടാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷനാണ്. ഓപ്പണിൽ വരുന്ന എല്ലാ കെവി പ്ലേയേഴ്സിനും നല്ല റാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓപ്പണിലാണ് കെവിയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് മേളിൽ കളിക്കുന്നത്. അത് വലിയൊരു മണ്ടത്തരമാവുമെന്ന് അവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മേ ബി ഇപ്പോൾ അവർക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വാസ്കോ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. ബെല്ലാരി നല്ലൊരു കവറിലാണ് കളിക്കുന്നത്. താഴോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. വില്ലി മാക്സ് അവിടെ നിന്ന് നല്ലപോലെ സോൺ ഔട്ടിൽ നിന്ന് ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. PRX അടിച്ച ബെല്ലാരിയിലെ സൈഡ് ബാക്കി PRX കൂടെ വന്നിട്ടുണ്ട് ബെല്ലാരിക്ക്. ഓ മൈ ഗോഡ്, ബെല്ലാരി ഇപ്പോൾ സാൻഡ്വിച്ച് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കറന്റ് ബെല്ലാരിക്ക് രണ്ട് സൈഡിൽ നിന്ന് അടി വരുന്നുണ്ട്. KV ആൻഡ് PRX ആൻഡ് ബെല്ലാരി. വർക്കിച്ചൻ അവിടെ ഒരു ബെല്ലാരി ലേബൽ സെറ്റിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു പിക്ക് വർക്കിച്ചൻ കയറി എടുക്കാൻ നോക്കുന്നുണ്ട്. ഓ T47 ആ ഫൈറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു സാൻഡ്വിച്ച് രീതിയിലാണ് PRXന്റെ ഇടയ്ക്ക് T47 ഇടയ്ക്ക് PRXന്റെ ഇടയ്ക്ക് ബെല്ലാരിയുടെ ഇടയ്ക്ക് KV എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കറന്റ്. PRXൽ ജൂണിലെ പിക്ക് ചെയ്തിട്ടുണ്ട്. ക്രാക്ക് ബെല്ലാരിയിലെ ഒരു പ്ലെയറിനെ T47 പിക്ക് ചെയ്തിട്ടുണ്ട്. KV ഒരാളെ തിരിച്ച് പിക്ക് ചെയ്തിട്ടുണ്ട്. ഹോക്കി ശിവ രുദ്രനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഹോക്കി ബെല്ലാരി സെയ്ഡനെ പിക്ക് ചെയ്തിട്ടുണ്ട്. T47 ആ മേളിലാണ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുന്നത് തോന്നുന്നു. T47 ഒരു പ്ലെയർ മാത്രം ഇവിടെ ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ ബെല്ലാരിയുടെ നോക്കിയ W ഡൗൺ. പെഡ്രോസ് ഗോൺസാലസ് ആ ബുഷിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ അവിടെ ലെഗസി ഫയർ ചെയ്തു. നല്ലൊരു സ്പാം വരുന്നുണ്ട്. KV എല്ലാവരും സ്പാം ചെയ്യുന്നുണ്ട്. T47 മേളിൽ നിന്ന് ഫയർ ചെയ്തിട്ടുണ്ട് KVനെ. ബെല്ലാരി ഹോക്കി ഡൗൺ. ലോങ് ചെയ്യുന്ന ഫ്ലിക്ക് ഹോക്കിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. വർക്കിച്ചന് നല്ല ടാഗ് വരുന്നുണ്ട്. വർക്കിച്ചൻ അവിടെ രക്ഷപ്പെടുമോ ഇല്ല നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ആംഗിളിൽ നിന്ന് ഇവിടുന്നാണ് ഫ്ലിക്ക് പിക്ക് ചെയ്തത്. ഫ്ലിക്കിനെ അവരാരും ശ്രദ്ധിക്കുന്നില്ല. ലെഗസി ആരും ശ്രദ്ധിക്കുന്നില്ല. എക്സ്പ്ലെഡ് വാസ്കോനെ ഡൗൺ ആക്കിയിരിക്കുകയാണ്. ലെഗസിക്ക് എവിടുന്ന് അടി വരുന്നത് അവർ ഇപ്പോഴും സ്പോട്ട് ചെയ്തിട്ടില്ല. T47 സൈഡ് കയ്യിൽ നിന്ന്. ഓ TR ചാത്തൻ ബാക്കിൽ നിന്ന് കയറി അടിക്കുന്നുണ്ട്. TR ചാത്തൻ. ഓക്കെ T47 പുഷ് ചെയ്ത് മേളിലോട്ട് എത്തിയിട്ടുണ്ട്. KV കക്കാശി ആൻഡ് ലെഗസി അവരെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. KV ലെഗസി ലിറ്ററലി നല്ല ലോ ആണ്. ഹീൽ ചെയ്ത് കളിക്കേണ്ടിരിക്കുന്നു. കക്കാശി വേഴ്സസ് T47 പ്ലേയേഴ്സ് കയറി വരുന്നത്. സുമിതി അമ്മായി അടിക്കുന്നുണ്ട്. അവർ നോട്ട് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. KV വർക്കിച്ചൻ TR ചാത്തനെ പിക്ക് ചെയ്തിട്ടുണ്ട്. T47 ബ്ലഡ് മേളിൽ അടിക്കുന്നുണ്ട്. വർക്കിച്ചന് ഓക്കെ T47 ഫ്ലിക്ക് പുറത്തുനിന്ന് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. ബാക്കി അടിക്കുന്നുണ്ട്. വില്ലി മാക്സ് ഡൗൺ. യെസ് KV രണ്ട് സൈഡിൽ നിന്നാണ് T47 അടിക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നും T47 അടിക്കുന്നുണ്ട് KVനെ. KVക്ക് സാൻഡ്വിച്ച് ആയിരിക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നും KV സാൻഡ്വിച്ച് ആയിരിക്കുകയാണ്. വർക്കിച്ചൻ ഒറ്റയ്ക്ക് പോയി. വർക്കിച്ചൻ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. വേറെ സപ്പോർട്ടുകൾ കൊടുക്കാൻ ആരുമില്ല. രണ്ട് സൈഡിൽ നിന്ന് അടി വരുന്നുണ്ട്. KVയുടെ 4 പ്ലേയേഴ്സ് ആണ് ലൈവ് ആയിട്ടുള്ളത്. T47ന്റെ 6 പ്ലേയേഴ്സ് ലൈവ് ആയിട്ടുണ്ട്. എത്ര പിക്ക് തമ്മിൽ ട്രേഡ് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടു അറിയേണ്ടിയിരിക്കുന്നു. ലിയോ പ്രിൻസിന് നല്ലൊരു ടാഗ് വരുന്നുണ്ട്. സുമിതി അമ്മയെ ഡൗൺ ആയിരിക്കുകയാണ്. KVയുടെ 3 പ്ലേയേഴ്സ് ആണ് ലൈവ് ആയിട്ടുള്ളത്. വേറെ ആരും പിക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ലെഗസിന്റെ 4 പേരാണ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെഗസി ഡൗൺ, കക്കാശി ഡൗൺ, ലിയോ പ്രിൻസ് ഡൗൺ. വേറെ ആരെങ്കിലും സോണ്ടാത്തുണ്ടോ നോക്കിയടാ. T47 ആണ് ഇപ്പൊ കറന്റ് ലാസ്റ്റ് 7 man alive. 6 അല്ല 7 man alive. എവിടെ ഒറ്റൊരു പ്ലെയർ ഉള്ളൂ DX-ല്. എപ്പ ഇരിക്കുന്നറിയോ മറ്റേ DX-ഉം T47 മറ്റേ മേലെ ഫൈറ്റ് എടുത്ത് മലയമ്മ ഫൈറ്റ് എടുത്ത പോട്ട് ഒറ്റക്ക് ഇങ്ങനെ വന്നിറങ്ങിയ എവിടെ എന്റെ അടുത്ത് ഈ പുല്ലില് ഞാൻ കണ്ട്. ഓ സ്കൈസോപ്പി ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ അവർക്ക് ഇവിടെ ടോപ്പിൽ ഉണ്ടായിരുന്നു. അവർ അത് കളഞ്ഞിട്ടാണ് താഴോട്ട് പോയി ആ ഒരു പൊസിഷൻ വിട്ടു കൊടുത്തിരിക്കുന്നത്. ഓക്കെ സ്കൈസ് ഡൗൺ. വേറെ ആരും ഇല്ലല്ലോടാ. സെർവർ റീസ്റ്റാർട്ട് ചെയ്യ്. എന്നിട്ട് അവിടെ കമ്മിറ്റ് ചെയ്യും. അതേ ടീം നോക്ക്. എല്ലാരും ഇങ്ങോട്ട് വന്ന് അവന്മാരെ വിട്ടേക്ക്. എടാ വാസ്കോടാ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യേ. ഹോക്കി മാർക്ക് ചെയ്യടാ. പോട്ടെ
ഞാനെ കുത്തി ഞാനെ കുത്തി. അയ്യോ എന്നടാ ഇത് പക്കടാ. ഓക്കെ അവൻ ഡൗൺ ബോക്സിനകത്ത് ബോക്സിന്റെ അകത്തുള്ളവനെ അടിക്കറാ നോക്കിയിട്ട് അടിക്കറാ. ഓക്കെ വാ വണ്ടി എടുത്തു ഓക്കെ അവൻ ഡൗണാ. എടാ പാലത്തിൽ കയറ് നമ്മുടെ ബാക്കിൽ നിന്ന് ഒരു ടീം വരാൻ ചാൻസ് ഉണ്ട്. എവിടെ കണ്ടു അടിയിലാളുണ്ട് വാ ഇങ്ങോട്ട് ഇവിടെ ആണ്. ലെഗസി റിസ്ക് എടുക്കല്ലേ. കവർ കളിക്ക് ഹീൽ ചെയ്ത് പതിയെ കളിക്ക്. പിക്ക് കൊടുക്കല്ലേ ഹീൽ ചെയ്ത് പതിയെ കളിക്ക്. പിക്ക് കൊടുക്കല്ലേ. ഓക്കെ നൈസ് അവൻ ഡൗണാ. കേറ് പുഷ് കക്കാശി പുഷ് ആ സൈഡ് പുഷ് വർക്കിച്ച കേറ്. ഹീൽ ചെയ്ത് പതിയെ കളിച്ചാൽ മതി. ഇതെന്താ കേറങ്ങോട്ട് പറി കേറ് പണ്ട തീർന്ന് അടുത്ത എവിടെയാന്ന് അറിയത്തില്ല. എടാ കവർ കയറി തിരിച്ച് കവർ കയറി. ആ കണ്ടു ലിയോ കണ്ടു. നീ ഇങ്ങനെ പാനിക്ക് പോലെ പറയല്ലേ. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത്. എടാ എന്റെ അടുത്ത് മയില്